നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം അഞ്ചൽ പുഞ്ചക്കോണത്ത് ആക്രി സാധനങ്ങളുടെ കൂടെ കിട്ടിയ സ്വർണ്ണാഭരണങ്ങൾ ഉടമയ്ക്ക് തിരികെ നൽകി മാതൃകയായി തമിഴ്നാട് സ്വദേശി മഹേഷ്. മോഷ്ടാക്കളെ ഭയന്ന് പഴയ കുക്കറിൽ സൂക്ഷിച്ച് അടുക്കളയിൽ അലക്ഷ്യമായി ഇട്ടിരുന്ന കുക്കറും മറ്റ് ആക്രി സാധനങ്ങളും വീട്ടിൽ ആക്രി പറക്കുവാൻ വന്ന തമിഴ്നാട് സ്വദേശിയായ മഹേഷിന് വീട്ടുടമ നൽകുകയായിരുന്നു. കൊച്ചും മാത്രമാണ് അപ്പൊ അറിയാമ്മ അങ്ങനെ വിചാരിക്കും. ഈ അമ്മയും ആ കൊച്ചും കൂടെ രണ്ടുപേരും ചേർന്നാ കൊടുത്തത്. സാധനം തിരഞ്ഞ പിന്നെ எனக்கு எது இந்த கவரிங்க போகணும் வாட்சு நான் மேடிக்கும். அது தெரிஞ்ச பின்னே இது സ്വർണം പോലെ തോന്നും സംശയമുണ്ട്. ഞാൻ എല്ലാத்தையும் കവറിങ്ങിൽ ഇട്ട് പിന്നെ നോക്കുമ്പോൾ ഇത് സ്വർണ്ണമെന്ന് വിചാരിച്ച് ഇപ്പോൾ എവിടെ മേടിച്ചെന്ന് നമുക്ക് അറിയാതെ കൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ ഉള്ള നമ്പർ ചേച്ചിയെ വിളിച്ച് അവിടെ കൊടുത്താൽ ഈ പോകുന്ന പാകത്തിന് ഏത് വീട്ടിലെ സാധനം മേടിച്ചോ അന്തந்த വീട്ടിൽ ചേച്ചിയും കൂടെ പോയി സാധനം കൊടുക്കണം വിചാരിച്ച് ചേച്ചിയെ വിളിച്ച് ചേച്ചിയുടെ ഒപ്പിടിച്ച് നമ്പർ ചേച്ചിയുടെ പണ്ടേ അറിയാം. ഇപ്പം 23 വർഷം കൊണ്ട് നമുക്കറിയാം. അഞ്ചൽ പുഞ്ചക്കോണത്തെ വീടുകളിൽ ആക്രി പറക്കുവാൻ വന്ന മഹേഷ് സുഭദ്രയുടെ വീട്ടിലും ആക്രി സാധനങ്ങൾ എടുക്കുവാനായി കയറി. മഹേഷിന് സുഭദ്രയും മകളും ചേർന്നാണ് വീട്ടിലുണ്ടായിരുന്ന ആക്രി സാധനങ്ങൾ പറക്കി നൽകിയത്. കൂട്ടത്തിൽ 1.5 പവൻ വരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഇട്ടുവെച്ചിരുന്ന പഴയ കുക്കറും എടുത്തു കൊടുത്തു. ചേച്ചിയുടെ സ്വർണം പോയത് നമ്മൾ അറിയുന്നില്ലായിരുന്നു, ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഇതേപോലെ അണ്ണാച്ചി നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ 23 വർഷം കൊണ്ട് നമ്മുടെ വീട്ടിൽ ആക്രി ഉണ്ടെങ്കിൽ വരികയും എടുക്കുകയും അതുപോലെ തന്നെ നമ്മൾ വിളിക്കുന്ന സാധനങ്ങളുണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് പറയുകയും വന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴും ഇങ്ങനെ എന്നെ രാവിലെ വിളിച്ചിട്ട് അണ്ണാച്ചി പറയുന്ന ചേച്ചി ഇതേപോലെ അവിടെ ആ ഭാഗത്ത് വന്ന് പിന്നെ സാധനം എടുത്തപ്പം അതിനകത്ത് ഇതേപോലെ സ്വർണ്ണം ഇരുന്ന് അത് ആരുടെ വീട്ടിൽ കയറിയപ്പോൾ കിട്ടിയതാണെന്ന് എന്തുവെന്ന് അറിയത്തില്ല. അങ്ങനെ അത് ഒന്ന് നമുക്ക് കൊടുക്കണം, അത് ഏത് വീടാണെന്ന് കണ്ടുപിടിക്കണം, ചേച്ചിക്കാകുമ്പോൾ അറിയാമല്ലോ അവിടെ എല്ലാവരെയും എന്ന് വിളിച്ച് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഇതിപ്പോൾ സാധനം ഇങ്ങനെ എടുത്ത് ആക്രി പറക്കിയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അത്ര ഗവനിക്കത്തില്ലല്ലോ. ഇപ്പം ചേച്ചിയും മോളും കൂടെ അവിടെ ഉള്ള സമയത്ത് ഈ സാധനം എടുത്ത് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ചേച്ചി അത്ര ഗവനിച്ച് കാണത്തില്ല, ഈ കുക്കർ കൊടുക്കുന്ന കാര്യമോ അതൊന്നും ശ്രദ്ധിച്ച് കാണത്തില്ല. അതങ്ങനെ അണ്ണാച്ചിയുടെ കയ്യിൽ പോയി. അണ്ണാച്ചിയുടെ സത്യസന്ധത കൊണ്ട് അണ്ണാച്ചി അത് എന്നെ വിളിച്ച് പറയുകയും അത് തിരിച്ചു കൊടുക്കണമെന്നുള്ള മനസ്സുള്ളത് കൊണ്ടാണ് നമ്മളെ അറിയിക്കാൻ പറ്റിയില്ലെങ്കിൽ. പിന്നീട് സ്വർണം കാണുന്നില്ലെന്ന് കാട്ടി സുഭദ്ര അഞ്ചൽ പോലീസിലും പരാതി നൽകി. സംഭവത്തിന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നിലമേൽ മുരുക്കുമണിൽ താമസിച്ച് ആക്രി വ്യാപാരം നടത്തുന്ന മഹേഷ് പുഞ്ചക്കോണം വാർഡ് മെമ്പറായ ഷൈനിയെ ഫോണിൽ വിളിച്ച് സ്വർണം ലഭിച്ച വിവരം അറിയിച്ചത്. വാർഡ് മെമ്പർ നടത്തിയ അന്വേഷണത്തിലാണ് സുഭദ്രയുടെ സ്വർണമാണെന്ന് പിന്നീട് അറിയുന്നത്. മഹേഷ് പിന്നീട് ആക്രി സാധനങ്ങൾ തിരഞ്ഞു നോക്കിയപ്പോഴാണ് സ്വർണം ശ്രദ്ധയിൽപ്പെട്ടത്. മഹേഷ് പഞ്ചായത്ത് അംഗം ഷൈനിയുടെ വീട്ടിലെത്തി സുഭദ്രയെ വിളിച്ചു വരുത്തി സ്വർണ്ണാഭരണങ്ങൾ തിരികെ നൽകുകയായിരുന്നു. ഒരു സെറ്റ് കമ്മലും ഒരു മാലയും ഒരു കൈച്ചെയിനും അടങ്ങുന്ന 1.5 പവൻ സ്വർണ്ണാഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. 1.5 ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു. തയ്യൽ ജോലി ചെയ്ത് ജീവിതത്തിൽ ആകെ ഉണ്ടാക്കിയ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടതിന്റെ വിഷമത്തിലായിരുന്നു സുഭദ്ര. ഞാനതെടുത്ത് വള്ളന്മാരെ പിടിച്ചെടുത്ത് വെച്ചതായിരുന്നു. കുക്കറിനകത്ത് ഇട്ട് വെച്ചിരുന്നു, ഒരു പഴയ കുക്കർ ഇരുന്നതിനകത്ത്. അത് ഞാൻ എടുത്ത് വെച്ചിരുന്നത് കുഞ്ഞിനും അറിയത്തില്ലായിരുന്നു. ആക്രി സാധനം ഇട്ടപ്പോൾ കുഞ്ഞെടുത്തുകൊണ്ടെന്ന് കൊടുത്തു. ഞാനും അത് കണ്ടില്ല. ഞങ്ങൾ പിറ്റേന്ന് അത് ഗവനിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഒരുപാട് തിരഞ്ഞ് കിട്ടിയില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പം അവർ തന്നെ കൊണ്ടുവന്ന് എവിടെ ആളുകളൊക്കെ തേടി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് സാധനം കൈ കിട്ടിയിട്ടുണ്ട്. പാരിതോഷികം നൽകിയാണ് മഹേഷിനെ സുഭദ്ര മടക്കി അയച്ചത്. ട്രൂത്ത് വിഷൻ ന്യൂസ്, അഞ്ചൽ.